ആ എന്നെ മോളെ. ആ ചിറ്റപ്പൻ ഇപ്പൊ എവിടെയുള്ളത്? മോളെ അത് ഞാനിവിടുത്തെ ശശിന്റെ കടയിൽ ഇന്ന് മഴയായതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റില്ല. അല്ല ചിറ്റപ്പന് ഒന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ പറ്റുമോ? ഇപ്പോഴോ? ആ അതെന്നാത്തിനാ ഇപ്പം വീട്ടിലേക്ക്? ഞാൻ ഇപ്പോഴല്ലേ അങ്ങനെ ഇങ്ങോട്ട് വന്നേ എന്നെ. അതില്ലേ, ആ ചിറ്റപ്പ അന്ന് അന്ന നിർബന്ധിച്ച് കളിപ്പിച്ചൊരു കളിയില്ലേ, ഏ അന്ന് കളിപ്പിച്ചൊരു കളി, അത് അനക്ക് എന്റെ ഉം. ആഗ്രഹത്തിനൊന്ന് കളിക്കണേന് ചിറ്റപ്പന്റെ കൂടെ. ഇപ്പഴാ? ആ ഇപ്പോഴാണോ? ആ അമ്മ ജോലിക്ക് പോയാ? അമ്മ ജോലിക്ക് പോയി. ചിറ്റപ്പൻ പിന്നെ പോയില്ല ഇന്നലെ. അവളല്ലേ ഇന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞേ. ഇല്ല, അമ്മ പോയിനി. ആ. ചിറ്റപ്പന് പിന്നെ അനക്ക് അല്ല ഇങ്ങോട്ട് വന്നാല് നല്ലതേന്. അന്ന് ചിറ്റപ്പൻ എന്നെ നിർബന്ധിച്ച് കളിപ്പിച്ചെങ്കിലും പിന്നെ ആ. ഇന്നില്ലേ എനക്കത് ഓർമ്മിക്കുമ്പോ ചിറ്റപ്പന്റെ ഒന്നിച്ച് കളിക്കണം എന്നൊരാഗ്രഹം. എന്നിട്ടല്ലേ അന്ന് മോള് പറഞ്ഞേ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നെ വേണ്ടാതെ ഓരോന്ന് ചെയ്തിട്ടെന്ന്. അതിന് അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ മോളെ തൊടാതിരുന്നു ഇതുവരെ. എന്നാ ഇപ്പൊ ഞാൻ രാത്രി ഉറങ്ങുമ്പോഴില്ലേ ചിറ്റപ്പൻ അന്നൊരു സാധനം എന്നെ കൊണ്ട് കൈമ പിടിപ്പിച്ചില്ലേ, ആ. ആ, അതെല്ലാം ഓർമ്മിക്കുമ്പോ എനിക്ക് ഒരേ ആഗ്രഹം. ഉം. എന്താന്നറിയില്ല, അന്ന് എനിക്ക് അത് കയ്യിൽ അടങ്ങാതെ പോലെ ഇങ്ങനെ പിടിച്ചാലൊന്നും. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു നല്ലൊരു ഇത് വരുന്നുണ്ട് ചിറ്റപ്പനെ വെച്ച് കളിക്കണമെന്ന്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം വരണോ? രാത്രിയായപ്പോ രാത്രിയല്ലേ നല്ല സുഖം. അല്ല രാത്രി ചിറ്റപ്പൻ വന്നിട്ട് എന്തിനാ, എനിക്ക് പകലാ ഇഷ്ടം. ചിറ്റപ്പനെ കണ്ടുകൊണ്ട് കളിക്കാലോ. രാത്രി പിന്നെ ചിറ്റപ്പനെ അമ്മക്ക് ആവശ്യമില്ലേ, പിന്നെ എങ്ങനാ? അല്ല അത് അവൾ ഉറങ്ങിയതിന് ശേഷമല്ലേ അന്ന് ഞാൻ മോളടുത്ത് മുറിയിൽ വന്നിനത്. അതുപോലെ ആയാലോ? അല്ല അന്ന് ഉറങ്ങി, അന്ന് ചിറ്റപ്പൻ എന്നെ നിർബന്ധിച്ചിട്ടില്ലേ ചെയ്യിപ്പിച്ചേ. അപ്പൊ ഇപ്പൊ ഉം. എനിക്ക് എന്റെ ആഗ്രഹത്തിന് ചെയ്യുമ്പോ കുറച്ചധികം സമയം വേണം. അപ്പൊ അമ്മ അന്വേഷിച്ചാലോ? ഇപ്പം വന്ന മോള് അമ്മയോട് പറയുന്നില്ലല്ലോ. ഇല്ല, എന്റെ ആഗ്രഹത്തിന് വിളിക്കുന്നതല്ലേ ചിറ്റപ്പനാ. എനിക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാല് മോക്ക് അന്നൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെയാ പറയുന്നത്. ഇപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു ഉള്ളിൽ നല്ല ഒരു എന്തോ ഒരു ഇതുപോലെ ഉണ്ട് വരുന്നേ, ആ കളിക്കണം അങ്ങനെയൊക്കെ എന്നുള്ള ഒരു ഉണ്ടാവും. ആഗ്രഹം. അപ്പൊ ആ. പിന്നെ ചിറ്റപ്പനുമായിട്ടുള്ള അന്നത്തെ ആ കളി എന്തോ മനസ്സില് വല്ലാത്തൊരു ഉം. ഇങ്ങനെ എനക്കും മോളെയാണ് ഇഷ്ടം. എന്നുവെച്ചാല് മോളെ അമ്മേന്റെ ഇപ്പം ഒപ്പരം കളിക്കുമ്പോ വലിയൊരു ഇതൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ ഞാൻ നല്ല മോളെടുത്ത് നോക്കിയത്. മോളെ ആകുമ്പോ പുതിയല്ലേ, നല്ല ഇറുക്കമുണ്ട്, നല്ല ഇറുക്കവും. തന്നെയാണ്. ചിറ്റപ്പൻ അന്ന് കളിച്ചത് അത്ര ഇഷ്ടായിട്ടൊന്നും ഇല്ലേ. ഇപ്പൊ എനക്ക് എന്തോ ഒരു നമ്മക്കിനി എപ്പോഴും ഇങ്ങനെ കണ്ടാലോ, അങ്ങനെ. എപ്പോഴും ഇങ്ങനെ പകല് കണ്ടാലോ ചിറ്റപ്പൻ ഇവിടെ വീട്ടിൽ തന്നെ നിന്നാ മതി പകലെല്ലാം. അല്ല അന്നേരം എന്നിട്ട് പിന്നെ പണിക്ക് പോണ്ടേ? അല്ല എല്ലാവർക്കും പണിയില്ലാത്ത ദിവസം പണിയില്ലാതെ മോള് ഇന്ന് കോളേജ് ഇല്ലാത്തോണ്ടല്ലേ. കോളേജ് പിള്ളേരും പകല് പറ്റൂലല്ലോ, അല്ല കോളേജിൽ പോണ്ടേ. രാത്രി തീരെ പറ്റൂല ചിറ്റപ്പ. അമ്മ എന്തായാലും അന്വേഷിക്കും ചിറ്റപ്പന. അല്ല അന്വേഷിക്കുമ്പോ അല്ല അതിന് വേറെ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാ പോരെ? അല്ല ചിറ്റപ്പൻ എന്റെ റൂമിൽ വന്നാൽ അമ്മക്ക് സംശയാവൂലേ? അല്ല മോളെ റൂമിലെ വരുന്നത് മനസ്സിലാകാത്ത രീതിയിൽ. അതെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് വന്നാല് ഇതെല്ലാം കഴിയുമ്പോ ഒരുപാട് സമയമാവും. അഥവാ ആരെങ്കിലും വന്നാലോ? നീ ഇപ്പൊ ആര് വരാനാ? ആണെങ്കിലും തീരെ സഹിക്കാൻ പറ്റുന്നില്ല കളിക്കണം തന്നെ. അതെന്തെന്നാ ഇപ്പൊ അങ്ങനെ തോന്നായേ? നീ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട്. സ്വപ്നം കണ്ടതല്ലേ നിന്റെ ഇന്നലെ അമ്മേന്റെ സൗണ്ട് കേട്ടിട്ടാണോ? അല്ല അമ്മ ഇങ്ങനെ ചിറ്റപ്പൻ ഒന്നിച്ച് കളിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കാറുണ്ട് ഇപ്പൊ, ശ്രദ്ധിക്കും. പക്ഷേങ്കില് ഉം. ഇപ്പൊ അങ്ങനത്തെ പിന്നെ ഇന്നലെ ഒരു സ്വപ്നവും കണ്ട് ചിറ്റപ്പന്റെ കൂടെ ഇങ്ങനെ കളിച്ച്.
ഇതാവുന്ന. ഉം. അതുകൊണ്ടാ ഞാൻ അന്നേ അപ്പല്ലേ പറഞ്ഞിട്ട്. കളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഇങ്ങനെ ഒരു തനിയെ ഒരു ഇതുള്ള പോലെ എന്ന് ഏത്? പറയുന്നേ, വെള്ളം ഇല്ലയോ? ആ, അതെല്ലാം ഉണ്ടാവും. പിന്നെ അതന്നെയല്ലേ അത് അന്നില്ലേനോ? അന്ന് പിന്നെ എനിക്ക് അത്ര തോന്നിയിട്ടില്ലല്ലോ. എന്റെ മനസ്സില് ചിലപ്പനെ കൊണ്ട് എന്തെല്ലോ കളിപ്പിക്കുന്നതാണല്ലോ തോന്നി. അപ്പൊ പിന്നെ അതൊന്നും അത്ര ഞാൻ മനസ്സിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് വലിയ ആഗ്രഹം. മോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിറ്റപ്പ ഒരുപാട് അങ്ങനെയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാനുണ്ട്. ഞാൻ മോളെ അമ്മക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിറ്റപ്പൻ കളിക്കുമ്പോ അമ്മ എന്തിനാ ആ ഊന്നല്ല ആക്കുന്നുണ്ടാവുമല്ലോ. അത് മോക്കറിയിട്ട മോളും ആക്കും. അങ്ങനെ ഇത് അത്രക്ക് ഒരു സുഖമുള്ള കളിയല്ലേ. മോളിത് കോളേജിൽ നിന്ന് ആരോടും പറയുന്നു ചെയ്യാറേ. ഇല്ല, അത് ചിറ്റപ്പൻ ഇനി എന്നാൽ ആടെ നിന്ന് നേരം കളയണ്ട, ഇങ്ങോട്ട് വരുവോ? എനിക്കിപ്പോ ഇപ്പം വന്നാലാ രാത്രിയത്തെ എന്താ പറയാ, രാത്രിയത്തെ ഒരു ഗുമ്മ് കിട്ടൂല പകല്. എനിക്ക് നല്ല മൂടുണ്ട് കളിക്ക്. നല്ല മൂടുണ്ടെന്ന് പറയുമ്പോ അങ്ങനെ വേണ്ടി. എനിക്ക് നല്ല മൂടായിട്ട് ഇപ്പൊ ചിറ്റപ്പനെ കിട്ടിയാലില്ലേ ഞാന് ചിറ്റപ്പൻ എന്നാ പറയുന്നതെല്ലാം ഞാൻ കളിക്കും. അതല്ല, ഇത് പകല ഇപ്പൊ ആകുമ്പോ ഒരു സാധനം കൂടി മേടിക്കണം. അതില്ലാണ്ട് മോള് ഞാൻ ഒരുമിച്ച് കളിച്ചാല് അഥവാല് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആകാനുണ്ട്. അതറിയില്ലേ? ആ, എന്നാ ചിറ്റപ്പനെ ഉദ്ദേശിക്കുന്ന ആ സാധനം വാങ്ങിട്ട് വാ. ഇപ്പം പോയിട്ട് പകല് വട്ടത്തില് വാങ്ങിക്കുമ്പോഴേ ആൾക്കാര് ഇവിടെയൊക്കെ എന്നെ അറിയുന്നില്ലേ. ഇതൊക്കെ വാങ്ങിക്കുമ്പോ ഇവിടുന്ന് വാങ്ങിക്കും പെട്ടെന്ന് പറഞ്ഞോണ്ടാ. അല്ലെ ഞാനിത് ടൗണിൽ പോയിട്ടായിരുന്നു ഞാൻ മേടിച്ചു വെക്കുമായിരുന്നു. എന്റെ അമ്മയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ ചിറ്റപ്പനെ രാത്രി വന്നിട്ട് എപ്പോഴാണ് രാത്രി വന്നിട്ട് എന്തായാലും നിന്റെ അമ്മ ഉറങ്ങുമ്പോ ഒരു 9:30, ഒരു 10 മണി 10-10:30 അത് ഉറങ്ങി കൂർക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വന്നാ പോരെ. അല്ല, അമ്മക്ക് ഇനി ചിറ്റപ്പന് ആവശ്യമില്ലേ? അമ്മക്ക് ഇന്ന് ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇന്നലെ എന്റെ അമ്മയും ഞാനുമായിട്ടൊന്ന് നല്ലൊരു കളി കഴിഞ്ഞ്. ഇനി അവൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ഓള് 2-3 ആഴ്ച കഴിയുമ്പോഴേ ഒന്ന് അനങ്ങുള്ളൂ. അതുവരെ അനക്കം ഒരു പണിയുമില്ല. ഇപ്പൊ മഴയായോണ്ട് രാത്രി നല്ല ഉറക്കായി. കൊന്നേരം വന്നാ പോയി രാത്രി ആകുമ്പോ അതാകുമ്പോ. അതല്ല, അമ്മ അപ്പുറത്തുള്ളപ്പോ എനക്ക് ഇല്ലേ ചിറ്റപ്പന്റെ കൂടെ കളിക്കുമ്പോ ഒരു പേടി മനസ്സിലുണ്ടാവേ. നേരം പിന്നെ എനക്ക് ഇത് ശരിക്കും എന്തോ കളിക്കാൻ പറ്റാതെ തോന്നിണ്ടാവും. ഇപ്പോഴാകുമ്പോ ആരും ഇല്ലല്ലോ, അമ്മയും ഇല്ല, ആരും കാണുകയില്ല. അപ്പൊ പിന്നെ ചിറ്റപ്പൻ പറയുന്നതെല്ലാം എനക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് വരാം. ചിറ്റപ്പൻ ഞാൻ പറഞ്ഞ സാധനം കൂടി പറഞ്ഞിട്ട് അത് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാ? അതില്ലെങ്കില് കുഴപ്പമുണ്ടോന്ന് വെച്ചാല് മോക്ക് ഇത് എനക്ക് കൊടികുത്തിയതല്ലേ പറയുന്നത്. അത് ഇത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി മോളെ? ഈ മാസത്തിൽ വരുന്ന ഇതില്ലേ, അത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പൊ ആ ദിവസമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാനിത് പഠിക്കുന്നതാണല്ലോ, അപ്പൊ അതൊന്നും എനിക്കറിയാം. എന്നാ പിന്നെ ഒന്നും ഇപ്പം കുഴപ്പമില്ല. മേടിക്കണ്ട. എന്നാ പിന്നെ മേടിക്കണ്ട. അതങ്ങനെ അത് നോക്കാണ്ടായാലും ചിലപ്പോ എന്തെങ്കിലും ആയാലോ. അതൊന്നും ഉപയോഗിക്കാണ്ട് നേർക്കൊന്ന് കളിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാം.